പ്രതിപക്ഷ നേതാവിനെതിരായ CBI അന്വേഷണ ശുപാർശയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിച്ച് കോൺഗ്രസ് നേതൃത്വം. CBIയുടെ പേര് പറഞ്ഞ് വിരട്ടാൻ നോക്കേണ്ടെന്നും കുതന്ത്രങ്ങളെ ഭയക്കുന്നില്ല എന്നുമാണ് നേതാക്കളുടെ പ്രതികരണം. വിജിലൻസ് ശുപാർശയിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടുമുതൽ കേസിലും മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന LDFന്റെ രാഷ്ട്രീയ പ്രതിരോധമായാണ് പുനർജനി കേസിലെ CBI അന്വേഷണ ശുപാർശയെ കോൺഗ്രസും UDFും കാണുന്നത്. 11 മാസം മുമ്പ് വിജിലൻസ് നൽകിയ ശുപാർശ ലക്ഷ്യ ലീഡർഷിപ്പ് സമിറ്റ് തുടങ്ങുന്ന ദിവസം തന്നെ പുറത്തുവന്നത് ഇതിന്റെ തെളിവായും കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ ആയുധം എന്നതിനപ്പുറത്ത് കേസിന് ഒരു പ്രസക്തിയുമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ചെപ്പടി വിദ്യകളല്ലേ, ഇതെല്ലാം ജനം മനസ്സിലാക്കൂലേ, അത്രേ ഉള്ളൂ. രാഷ്ട്രീയത്തിനപ്പുറത്ത് കേസിന് ഒരു ഗൗരവമില്ലെന്നാണ് KPCC നേതൃത്വത്തിന്റെ നിലപാട്. ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും പൊതിഞ്ഞ് സംരക്ഷിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിക്കെതിരെ കോടതി വിധി വന്നപ്പോൾ LDFന്റെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ അതിനെയൊക്കെ ഒന്ന് വാർത്തയിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ഇത്. സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം പരിഹാസ്യമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തുള്ള ചില മാലപ്പടക്കങ്ങളാണ്. ഇതിൽ ഗൗരവമൊന്നും കാണണ്ട. മാലപ്പടക്കം അമിട്ട് പോലും അല്ല, എന്നും പൊട്ടാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരുന്നു, ഒരു പ്രശ്നമില്ല. വിജിലൻസിന്റെ ശുപാർശയിൽ സർക്കാർ അനുകൂല നിലപാടെടുക്കുമെന്ന സൂചനയാണ് CPM നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രശ്നം മാത്രമല്ല, വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ. അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കുക മാത്രമേ പറയാൻ പറ്റുള്ളൂ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.